ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ എനിക്ക് രണ്ടാമതും ഒരു മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് ഈ ലിസ്റ്റ് വന്നത്. 446/2023 എന്ന കാറ്റഗറി നമ്പറിൽ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പാലക്കാട് ജില്ലയാണ്. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട് രണ്ടാമതൊരു മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റിയെന്നുള്ളത്. വേക്കൻസി കുറവാണ്, ഒരു വേക്കൻസി എന്തോ ഉള്ളൂ. ജോബ് എന്നൊരു പ്രതീക്ഷയില്ല, പക്ഷേ എന്നാലും ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിച്ചത് പിന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡുള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പം അതിൽ ഉൾപ്പെടാൻ പറ്റിയത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ രജിസ്റ്റർ നമ്പർ 18722712 ആ നമ്പറാണ്. അപ്പോൾ ഇതിൽ ആകെ മെയിൽ ലിസ്റ്റിൽ കാണിക്കുന്നത് 50 പേരാണ്. അത്ര തന്നെയല്ലേ, വേക്കൻസി ആകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ ഉൾപ്പെടാൻ പറ്റിയത് വലിയൊരു, എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ PSC തുടങ്ങുന്ന സമയത്ത് ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എങ്കിലും വരണേ എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ദൈവം സഹായിച്ചിട്ട് ആദ്യം തന്നെ ഒരു മെയിൻ ലിസ്റ്റിൽ എത്താൻ പറ്റി. അപ്പം അത് വലിയൊരു കാര്യമായിട്ട് ഒരു ഇതായിട്ട് വിചാരിക്കുന്നു ഞാൻ. അപ്പം ഇതൊന്നും അല്ല, ഇനി അടുത്ത എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എനിക്ക് ഈ എക്സാം എഴുതിയപ്പോൾ തോന്നിയത് ചില ഭാഗങ്ങളൊക്കെ ഞാൻ പുതിയ SCERT കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പുതിയ SCERT വല്ലാതെ അപ്ഡേറ്റഡ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് അവിടെ ആ ഭാഗങ്ങളിൽ എനിക്ക് കുറച്ച് മാർക്ക് പോയിട്ടുണ്ട്. എന്നാലും അതിൽ ഉൾപ്പെടാൻ പറ്റിയത് വലിയ സന്തോഷം. SCERT ആണ് മെയിനായിട്ട് മാർക്ക് പോകുന്നതും മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്നൊരു ഘടകം. ഒരുവിധം എല്ലാവർക്കും SCERT തന്നെയാണ്. പുതിയ SCERT ചേഞ്ച് ചെയ്തതുകൊണ്ട് ആ SCERT നോക്കേണ്ടത് അത്രയും അത്യാവശ്യമാണ്. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം എനിക്ക് തോന്നിയിട്ടുള്ളത് SCERTയുടെ ആ ഒരു മുക്കും മൂലയും അരിച്ചു പെറുക്കിയിട്ടുള്ളൊരു കവറേജാണ്. അതിലാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ SCERT നോക്കുന്നവർ നന്നായി ഡീപ്പായിട്ട് തന്നെ നോക്കുക. പുതിയ SCERT എന്തായാലും ഇനി കമ്പൽസറിയാണ്. നമ്മൾ റീസെൻ്റായിട്ട് വരുന്ന PYQs അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. PYQ വരുന്ന എക്സാം, റീസെൻ്റായി നടത്തുന്ന PSC എക്സാംസിലൊക്കെയും പുതിയ SCERT കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും പുതിയ SCERTക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇനി വരുന്ന എക്സാംസ്, അപ്കമിങ് ആയിട്ടുള്ള കമ്പനി ബോർഡ് LGS, VFA, പിന്നെ വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, ഈ എക്സാംസിനൊക്കെ നന്നായിട്ട് SCERTന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. കറണ്ട് അഫെയർസ് എന്തായാലും ഉണ്ടായിരിക്കും. നന്നായി ഫോക്കസ് ചെയ്ത് അത് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. കൂടുതലും കറണ്ട് അഫെയർസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോവുക, അതാണ് നല്ലത്. അല്ലാണ്ട് എല്ലാം കൂടി കഴിഞ്ഞ് എക്സാമിൻ്റെ തലേ ദിവസം, എക്സാമിൻ്റെ 2 ദിവസം മുന്നേ കറണ്ട് അഫെയർസ് നോക്കുന്നതിനെക്കാട്ടിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ തോന്നുന്നത് നല്ലത് നമ്മൾ ഡെയിലി പത്രം വായിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അങ്ങനെ ചെയ്ത് പോവുക. എനിക്ക് അങ്ങനെയൊക്കെ ഒരു ചേഞ്ച് വരുത്തിയപ്പോഴാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഞാൻ തുടങ്ങിയത്. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് നമ്മൾ എത്തിപ്പെടുന്നതല്ല. പിന്നെ ഇതിലെ ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്, അതിൽ പറഞ്ഞിട്ടുള്ളത് 70.67 ആണ്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഏകദേശം ഒരു മാർക്കൊക്കെ ഫൈനൽ കീ വന്നപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് 74-75 റേഞ്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 50 പേരുള്ള ലിസ്റ്റിൽ എത്ര മാർക്കുള്ളവർ എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ ജോബിനപ്പുറം ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റിയതൊരു എന്നെ സംബന്ധിച്ചിട്ട് എനിക്കതൊരു വലിയൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. PSC എഴുതുന്ന എല്ലാവരും വിചാരിക്കുന്നത് ജോലി എന്നതാണ് എല്ലാവരുടെയും പ്രൈമറി ആയിട്ടുള്ള ടാർഗറ്റ്. എല്ലാവരുടെ അത്യാവശ്യം ജോലി തന്നെയാണ്. പക്ഷേ നമ്മളൊരു ലിസ്റ്റിൽ ആദ്യം ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു കോൺഫിഡൻസ്, നമ്മൾ വേറൊരാളുടെ പറയുന്നത് പോട്ടെ, നമ്മുടെ തന്നെ ഒരു കോൺഫിഡൻസ് അവിടെ ഹൈ ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് പറ്റും അത് ഓവർ കോൺഫിഡൻസ് ആവാതെ നോക്കണം. പക്ഷേ നമ്മുടെ മനസ്സിൽ നമുക്ക് പറ്റുമെന്നുള്ളൊരു ഇതവിടെ വരികയാണ്. പിന്നെ അതേ ഫ്ലോയിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കതൊരു ലിസ്റ്റിൽ കയറാൻ പറ്റും. പെട്ടെന്ന് തന്നെ 2026 ഒരുപാട് എക്സാംസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ഒരു ജോലിക്ക് കയറുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി പഠിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കതിൻ്റെ PSCയുടെ മാറ്റങ്ങൾ അറിഞ്ഞ് എല്ലാവരും പഠിക്കുന്ന ഒരേ വേയിൽ പഠിക്കാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് വേ കണ്ടെത്തി, ഓരോ ആൾക്കാരും ഓരോ പേഴ്സണും യുണീക്കാണ്. ഓരോരുത്തർക്കും
ഏത് വഴിക്ക് പഠിച്ചാലാണ് നല്ലത്? ചിലർക്ക് എഴുതി പഠിച്ചിട്ടായിരിക്കും നല്ലത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എല്ലാവരും പറയുന്നത് എഴുതി പഠിക്കുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്, അത് വേസ്റ്റാണ് എന്ന് പറയുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എഴുതി പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുമ്പോഴാണ് എനിക്കത് മെമ്മറിയിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുള്ളൂ, അത് നിങ്ങളുടെ ഒരു കുറവായിട്ട് കാണരുത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു വേ ഉണ്ടാവും പഠിക്കാൻ. അപ്പം അത് കണ്ടെത്തി അതുപോലെ പഠിക്കുക. നമ്മുടെ ഫോൾട്ട്സ് എവിടെയാണോ, നമുക്ക് എവിടെയാണോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കി ആ ഒരു രീതിയിൽ നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് എവിടെ മാർക്ക് പോകുന്നു എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ആ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലാണ്ട് ജസ്റ്റ് PYQ മാത്രം നോക്കിപ്പോയതുകൊണ്ടില്ല. പിന്നെ PSC ഓരോ എക്സാംസ് നടക്കുന്തോറും PSCയുടെ ലെവൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. PSCയുടെ ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും അതിനൊപ്പം നമ്മുടെ സ്റ്റഡീസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കൂട്ടണം. എന്നാൽ മാത്രമേ നമുക്കും PSCയുടെ ഒപ്പം എത്താൻ പറ്റുള്ളൂ. ഷോർട്ട് ലിസ്റ്റിൽ വന്നു എന്ന് വെച്ചിട്ടോ മെയിൻ ലിസ്റ്റിൽ വന്നു എന്ന് വെച്ചിട്ടോ ആരും ഒരു ജോലി നമ്മുടെ കയ്യിലൊരു അഡ്വൈസ് എന്ന് കിട്ടുന്നോ അന്ന് വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അഡ്വൈസ് കിട്ടി നമ്മൾ ജോയിൻ ചെയ്താൽ മാത്രമേ ഒരു ജോലിയിൽ നമ്മൾ കയറി എന്ന് പറയുള്ളൂ. അല്ലാണ്ട് ഒരു ലിസ്റ്റിൽ വന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത് റീസെൻ്റായിട്ട് യൂണിവേഴ്സിറ്റി LGS ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരുപാട് പേര് നല്ല ഹൈ കട്ട് ഓഫാണ് വന്നത്. 80 എബോവ് എന്തോ ഉണ്ടായിരുന്നു. അതിലത്രയും നന്നായി പഠിച്ചവർ കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് ആ ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത് വന്നപ്പോൾ അവരുടെ ഒരു പ്രതീക്ഷകളും ആ ഒരു വിശ്വാസമൊക്കെയാണ് അവിടെ പോയത്. അതിലിപ്പോൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പ്രശ്നമല്ല, അവരുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു മിസ്റ്റേക്കല്ല, അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിച്ചതാണ്. പക്ഷേ അതൊക്കെ അതിൽ നമ്മൾ തളർന്നിരിക്കാതെ നമ്മളത് ഓവർകം ചെയ്ത് അതിനെ നമുക്ക് അടുത്ത ആ ലിസ്റ്റിൽ സ്റ്റക്കായി പോയ പല ആൾക്കാരും പിന്നീട് LDCയിലും മറ്റും നല്ല പോസ്റ്റുകളിൽ കയറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ PSCയിലൊരു ജോബ് കിട്ടുന്നവരെ നമ്മൾ നന്നായി ശ്രമിക്കുക, നമ്മളെക്കൊണ്ട് പറ്റുന്ന